ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ വീണ്ടും ഒരു സുവർണ അധ്യായം കൂടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എയിലെ ചെക്കിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തിൽ പൂർണ്ണമായും വനിതകൾ ഉൾപ്പെട്ട റഫറിംഗ് പാനലാണ് മത്സരം നിയന്ത്രിച്ചത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് പുരുഷന്മാരുടെ ഒരു മത്സരത്തിന് വനിതാ ഒഫീഷ്യലുകൾ മാത്രമുള്ള പാനൽ നേതൃത്വം നൽകുന്നത്. മുൻപ് 2022 ഖത്തർ ലോകകപ്പിലാണ് ആദ്യമായി പുരുഷന്മാരുടെ മത്സരത്തിൽ വനിതാ റഫറിമാരുടെ പാനൽ എത്തിയത്. അന്ന് കോസ്റ്റാറിക്ക ജർമ്മനി ഗ്രൂപ്പ് ഘട്ട മത്സരം നിയന്ത്രിച്ചത് ഫ്രാൻസിന്റെ സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്, ബ്രസീലിന്റെ നൂസ ബാക്, മെക്സിക്കോയുടെ കാരൻ ഡൈസ് മെദീന എന്നിവരായിരുന്നു. ഇത്തവണത്തെ ലോകകപ്പിൽ അമേരിക്കൻ റഫറിയായ ടോറി പെൻസോ, അസിസ്റ്റന്റ് റഫറിമാരായ കാതറിൻ നെസ്ബിറ്റ്, ബ്രൂക്ക് മായോ എന്നിവരടങ്ങിയ സഖ്യമാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇതോടെ പുരുഷന്മാരുടെ ലോകകപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഓൾ അമേരിക്കൻ റഫറി ത്രയം എന്ന ബഹുമതിയും പുരുഷ ലോകകപ്പ് നിയന്ത്രിക്കുന്ന ആദ്യ അമേരിക്കൻ വനിത എന്ന റെക്കോർഡും ടോറി പെൻസോയ്ക്ക് സ്വന്തമായി. ഈ ചരിത്ര സംഘത്തെ നയിക്കുന്ന ടോറി പെൻസോ നിലവിൽ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന റഫറിമാരിൽ ഒരാളാണ്. ഫ്ലോറിഡ സ്വദേശിനിയായ അവർ പോക്കറ്റ് മണി സമ്പാദിക്കുന്നതിനായി തന്റെ 14-ാം വയസ്സിലാണ് റഫറിയിങ്ങിലേക്ക് കടന്നുവരുന്നത്. 2020 നീണ്ട 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേജർ ലീഗ് സോക്കർ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതിയോടെയാണ് പെൻസോ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. അസിസ്റ്റന്റ് റഫറിയായ കാതറിൻ നെസ്ബിറ്റിന്റെ പശ്ചാത്തലം കായിക ലോകത്ത് ഏറെ ശ്രദ്ധേയമാണ്. 2022 ഖത്തർ ലോകകപ്പിൽ ഇംഗ്ലണ്ടും സെനഗലും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം നിയന്ത്രിച്ചുകൊണ്ട് പുരുഷ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ ഒഫീഷ്യലാകുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും കെറ്റി സ്വന്തമാക്കിയിരുന്നു. കളിക്കാരി, കോച്ച്, റഫറി എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിത്വമാണ് അസിസ്റ്റന്റ് റഫറിയായ ബ്രൂക്ക് മായോടേത്. താനൊരു ലെസ്ബിയനാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പുരുഷന്മാരുടെ ഫിഫ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ ഒഫീഷ്യലാണ് ബ്രൂക്ക് മായോ. കായിക ലോകത്തിന്റെ പരമോന്നത വേദികളിൽ ലിംഗഭേദമില്ലാതെ കഴിവ് തെളിയിക്കാൻ വനിതകൾക്ക് സാധിക്കുമെന്ന ഈ റഫറി ടീം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.